ആക്കുളം കായലിനെ തഴഞ്ഞ് MLAയും സംസ്ഥാന സർക്കാരും. കായൽ നവീകരണ പുനരുജ്ജീവന പദ്ധതിക്കായി കോടികൾ പ്രഖ്യാപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സംസ്ഥാനത്തിനും ടൂറിസം മേഖലയ്ക്കും പ്രയോജനപ്രദമാകേണ്ട പദ്ധതിയോടാണ് കടുത്ത അവഗണന. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്തെ മുൻ ദേവസ്വം ടൂറിസം മന്ത്രിയും നിലവിൽ കഴക്കൂട്ടം MLAയുമായ കടകംപള്ളി സുരേന്ദ്രൻ ആക്കുളം കായലിന്റെ നവീകരണത്തിനായി പുനരുജ്ജീവന പദ്ധതി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 96 കോടി രൂപ അനുവദിച്ചത്. 2022 ആദ്യഘട്ട തുക അനുവദിച്ചുവെങ്കിലും കായൽ നവീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ കാര്യമായി നടന്നില്ല. കൂടാതെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഭാഗമായി 108 കോടി രൂപ പ്രഖ്യാപിച്ചുവെങ്കിലും ടൂറിസം മേഖലയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും വീഴ്ചയുണ്ടായി. കോടികളാണ് ഈ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നത്. ഏകദേശം ഒരു 10-15 വർഷങ്ങളുകൊണ്ട് ഞങ്ങൾ കാണുകയാണ് ഇങ്ങനെ ഇതിനേക്കാളും വലിയ അവസ്ഥ. ഇതിപ്പം അതിനേക്കാളും വലിയ അവസ്ഥയിലോട്ട് പോയി. കോടികളുണ്ട് വെള്ളത്തിനടിയിലിട്ടേക്കാണ്. ഇനി നമ്മൾ കുഴിച്ച് നോക്കണം അതിനകത്ത് കോടികളുണ്ടോ എന്ന്. ഒരു ബോട്ട് സർവീസ് പോയിട്ട് ഒരു വള്ളം പോലും ഈ ആക്കുളം കായൽ വഴി പോകുന്ന ഒരു സ്ഥിതിയിലല്ല ഇപ്പോൾ ഈ കിടക്കുന്നത്. ഇത് കായലാണോ കാടാണോ ഒന്ന് നോക്കി അറിയാൻ പറ്റും. അതുപോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. തുടർഭരണം ലഭിച്ചിട്ടും കായൽ നവീകരണത്തിനായുള്ള നടപടികൾ ഉണ്ടായില്ല. ജലപാത പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ആക്കുളം കായലിൽ യാതൊരുവിധ പ്രവർത്തനങ്ങൾ നടന്നില്ലെന്നാണ് ആരോപണം. ടൂറിസ്റ്റ് മേഖലയുടെ ഒരു മുതൽക്കൂട്ടാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലങ്ങളും ഈ കായലുകളും. ഈ കായലെന്ന് പറയുന്ന ഈ കായൽ ആക്കുളം കായൽ കണക്ട് ചെയ്യുന്നത് വേളി കായലുമായിട്ടാണ്. ഇപ്പോൾ തുടക്കകാലങ്ങളിൽ ഈ ആക്കുളം കായലിന് ബോട്ട് സർവീസ് വേളി കായലിലോട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു ബോട്ട് ഇല്ല. 16-17 ബോട്ടോളം ഇവിടെ സർവീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ പായൽ വാരണം ചെളി വാരണം എന്ന പദ്ധതി പ്രകാരം ഒരുപാട് കോടികൾ നമ്മളെ ഈ കടകംപള്ളി MLA ആയിരുന്ന സമയത്തും മന്ത്രിയായിരുന്ന സമയത്തുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് തന്നെ ഒരു കുട്ടവഞ്ചി സിസ്റ്റം കൊണ്ടുവന്നു ഒറ്റ ദിവസത്തേക്ക്, പിന്നെ കാണാനില്ല. ഫ്ലോട്ടിംഗ്, മാലിന്യം നീക്കം ചെയ്യൽ, ഡ്രഡ്ജിംഗ്, കുളവാഴ നീക്കം ചെയ്യൽ, ജലശുദ്ധീകരണം തുടങ്ങി വെറ്റ്ലാൻഡ് പാർക്ക്, ഓപ്പൺ എയർ തിയേറ്റർ, ഇരിപ്പിടങ്ങളും ജിമ്മും അടക്കം വിപുലമായ പദ്ധതികളാണ് ആക്കുളം പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിലുള്ളത്. കായൽ ശുചീകരണത്തിന്റെ ഭാഗമായി വർഷം തോറും നടക്കേണ്ട ചെളിവാരലും കുളവാഴ നീക്കം ചെയ്യൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. അമിതമായ കുളവാഴ വളർച്ച മൂലം കായലിന്റെ സ്വാഭാവിക ഒഴുക്ക് പോലും തടസ്സപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിനും ടൂറിസം വകുപ്പിനും ഏറെ പ്രയോജനപ്രദമാകേണ്ട പുനരുജ്ജീവന പദ്ധതിയോടാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ അവഗണന. ജനം, തിരുവനന്തപുരം.